إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിന്റെ നിയമ നിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് തത്വവിലധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ ഉത്തമരായ അടിമകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് കാലാകാലങ്ങളായി പ്രവാചകന്മാർ നിയോഗിതരായി പോകുക. എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഒരു സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല, ഇല്ലാ ഖലാ ഫീഹാ നദീർ, അവരിലേക്ക് താക്കീതുകാർ കടന്നു വന്നിട്ടല്ലാതെ. താക്കീതുകാർ കടന്നു വരാത്ത ഒരു ജനപദവും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത്. എന്നാൽ വളരെ കുറച്ച് പ്രവാചകന്മാരെ കുറിച്ച് മാത്രമേ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ. ഏകദേശം 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട് എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ആ പ്രവാചകന്മാരുടെ ശൃംഖലയിലെ അവസാനത്തെ പ്രവാചകനാണ്, അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനിൽ വിശ്വസിക്കാതെ ഒരാൾക്കും മുഅ്മിനായി ഇന്ന് നിലനിൽക്കുക സാധ്യമല്ല. ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായി ഉച്ചരിക്കേണ്ടുന്ന ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ ഭാഗം വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് അവൻ ഉച്ചരിക്കേണ്ടത്. ആ രണ്ടാമത്തെ ഭാഗം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കുന്നതോടൊപ്പം
ആ ഒരു സാക്ഷ്യവചനത്തിന്റെ ജീവിക്കുന്ന പ്രതീകമായി അവൻ നിലനിൽക്കണമെങ്കിൽ അതിന്റെ രണ്ടാമത്തെ ഭാഗം കൂടി അവന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ കുറിച്ച് പഠിക്കാതെ, മനസ്സിലാക്കാതെ ആ പ്രവാചകനിൽ വിശ്വസിക്കുക എന്നുള്ളത് അസാധ്യമാണ്, അപൂർണമാണ്. അതുകൊണ്ട് നമ്മുടെ മുഴുവൻ ബാധ്യതയാണ് മുസ്ലിം എന്ന നാമകരണം ചെയ്യപ്പെടുന്ന, എന്ന് അവകാശപ്പെടുന്ന എല്ലാവരുടെയും അടിസ്ഥാനപരമായ ബാധ്യതയിൽപ്പെട്ടതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള അറിവ് ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ആദ്യം ആർജിച്ചെടുക്കേണ്ടുന്ന അറിവ് എന്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇൽമ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ് എന്ന് പറഞ്ഞാൽ അത് ഒന്നാമത്തെ അറിവ് ഒരു അടിമ അവന്റെ റബ്ബിനെ കുറിച്ച് അറിയലാണ്. രണ്ടാമത്തെ അറിവ് ഒരു അടിമ അവന്റെ പ്രവാചകനെ കുറിച്ച് അറിയലാണ്. മൂന്നാമത്തെ അറിവ് അവൻ ദീനുൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ കുറിച്ച് അറിയലാണ്. ഇത് മൂന്നും അറിഞ്ഞവനാണ് അറിവുള്ളവൻ. അവനാണ് അറിവുള്ളവൻ. പല ഭൗതികമായ രംഗത്ത് വലിയ വലിയ വൈജ്ഞാനികമായ അറിവ് നേടിയ മഹാന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ധാരാളം ആളുകൾ ഉണ്ടാകും. പക്ഷേ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അതൊന്നും അറിവല്ല. യഥാർത്ഥ അറിവ് ഒരു അടിമ അവന്റെ റബ്ബിനെ കുറിച്ച് അറിയലാണ്. രണ്ടവന്റെ പ്രവാചകനെ കുറിച്ച് അറിയലാണ്. മൂന്ന് ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ കുറിച്ച് അറിയലാണ്. ഇത് അറിഞ്ഞവന് മറ്റുള്ള വിവരമൊന്നും ഇല്ലെങ്കിലും അവൻ അറിവ് നേടിയവനാണ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക, പഠിക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. ഇനി എന്തിനാണ് അള്ളാഹു പ്രവാചകന്മാരെ ഓരോ കാലങ്ങളിലും നിയോഗിക്കുന്നത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, പ്രവാചകന്മാർ കടന്നു വരാത്ത, താക്കീതുകാർ കടന്നു വരാത്ത ഒരു സമൂഹവും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ ഓരോ കാലഘട്ടങ്ങളിലും നിയോഗിക്കുന്നത്? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജതൻ ബഅദർ റസൂൽ. ഒരു ജനങ്ങൾക്കും ഒരാൾക്കും തന്നെയും അല്ലാഹുവിന്റെ അടുക്കൽ പോയി, പടച്ച റബ്ബിന്റെ അടുക്കൽ പോയി ഒരു കാരണം ബോധിപ്പിക്കാൻ അവസരം ലഭിക്കാതിരിക്കാനാണ്. പടച്ചോനെ, ഞാൻ അറിഞ്ഞില്ല, ദീന് ഞാൻ അറിഞ്ഞില്ല, ഞാൻ പ്രവാചകനെ കുറിച്ച് അറിഞ്ഞില്ല എന്നിങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ പോയി ഒരു ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഇല്ലാതിരിക്കാനാണ് അള്ളാഹു പ്രവാചകന്മാരെ ഓരോ കാലങ്ങളിലും നിയോഗിക്കുന്നത് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അന്നഹു തആല അൻസല കുതുബഹു വഅർസല റസൂലഹു ബിൽ ബശാറതി വൻ നദാറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസല കുതുബഹു, അവന്റെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുകയും വഅർസല റസൂലഹു, പ്രവാചകന്മാരെ അയക്കുകയും ചെയ്തു. ബിൽ ബശാറതി വൻ നദാറ, സന്തോഷ വാർത്ത നൽകുന്നവരായിക്കൊണ്ടും താക്കീർ നൽകുന്നവരായിക്കൊണ്ടും അല്ലാഹു പ്രവാചകന്മാരെ അയച്ചു, വേദഗ്രന്ഥത്തെ ഇറക്കിക്കൊടുത്തു. വബയ്യന മാ യുഹിബ്ബുഹു വയർദാ, എന്നിട്ട് അതിലൂടെ അല്ലാഹു വിശദീകരിച്ചു കൊടുത്തു എന്താണ് അല്ലാഹു തൃപ്തിപ്പെട്ടത് എന്ന്, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്ന്, അല്ലാഹു വെറുക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് അതിലൂടെ അല്ലാഹു വിശദീകരിച്ചു കൊടുത്തു. എന്തിനു വേണ്ടി? ഒരാൾക്കും അല്ലാഹുവിന്റെ മുന്നിൽ കാരണം പറഞ്ഞ് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാണത്. അതിനുവേണ്ടി അല്ലാഹു വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത്. അതിനുവേണ്ടിയാണ് അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത്. അഥവാ പരലോകത്ത് ചെന്ന് റബ്ബിന്റെ കോടതിയിൽ ചെന്ന് അല്ലാഹുവേ, ഞാൻ അറിഞ്ഞില്ല, എനിക്കങ്ങനെ പ്രവാചകനൊന്നും വന്നതായി അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. അതിനാണ് അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്. ഈ നോക്കൂ നിങ്ങൾ, മുൻകഴിഞ്ഞ ധാരാളക്കണക്കിന് പ്രവാചകന്മാർ അവർ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് മാത്രം നിയോഗിതരായവരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിലേക്കാണ് അവർ നിയോഗിതരായത്, അല്ലേ? മുൻകഴിഞ്ഞ പ്രവാചകന്മാർ
ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ് സമൂഹത്തിലേക്ക് നിയോഗിതനായ പ്രവാചകനാണ്. വഇലാ ആദിൻ അഖാഹും ഹൂദാ, ആദ് സമൂഹത്തിലേക്ക് നിയോഗിതനായ പ്രവാചകനാണ് ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇനിയോ സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിതനായ പ്രവാചകനാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്ന് വെച്ചാൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്കായിരിക്കാം മുൻകഴിഞ്ഞ പ്രവാചകന്മാരിൽ പലരും നിയോഗിതരായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോത്രത്തിലേക്കായിരിക്കാം, അല്ലെ, അവരിലേക്കാണ് ആ പ്രവാചകന്മാർ നിയോഗിതരായത്. എന്നാൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിയോഗിതരായത് ഏതെങ്കിലും ഒരു സമൂഹത്തിലേക്കല്ല, ഏതെങ്കിലും ഒരു ഗോത്രത്തിലേക്കല്ല, ഏതെങ്കിലും ഒരു പ്രദേശത്തേക്കല്ല. വിശുദ്ധ ഖുർആൻ പറയാണ്, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറാ. നബിയേ, താങ്കളെ വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറാ, ലോകർക്ക് മുഴുവനായി കൊണ്ട്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും താക്കീത് നൽകുന്നവനായി കൊണ്ടും സന്തോഷവാർത്ത നൽകുന്നവനായി കൊണ്ടുമാണ് അങ്ങയെ നാം നിയോഗിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായിട്ടുള്ളത് സകല മനുഷ്യർക്കും വേണ്ടിയാണ്, ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ളവർക്ക് വേണ്ടിയല്ല. എല്ലാ മനുഷ്യരും, ഇനി എല്ലാ മനുഷ്യരും പിൻപറ്റേണ്ടത് ആ പ്രവാചകൻ നിയോഗിതരായതിനു ശേഷം പിന്നെ ഒരാൾ മുഅ്മിനാകണമെങ്കിൽ ആ പ്രവാചകൻ വിശ്വസിച്ചേ പറ്റൂ, അല്ലാത്തവർ മുഅ്മിനല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള സകല മനുഷ്യർക്കും പ്രവാചകനാണ്, സകല മനുഷ്യരിലേക്കുമാണ് ആ പ്രവാചകൻ നിയോഗിതനായത്. എന്ന് വെച്ചാൽ മുൻകഴിഞ്ഞ പല പ്രവാചകന്മാരും ഏതെങ്കിലും ഒരു ഗോത്രത്തിലേക്കാണ്, ഏതെങ്കിലും ഒരു പ്രദേശത്തേക്കാണ് അവർ നിയോഗിതരായത്. എന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല. മാത്രമല്ല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം അവസാനിച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രവാചകൻ പ്രവാചകനായി നിയോഗിതനാവുകയില്ല. ഇനി ഒരാളും ഒരു പ്രവാചകനായി നിയോഗിതനാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന മസലി വമസലുൽ അംബിയാഇ മിൻ ഖബ്ലി കമസലി റജുലിൻ ബനാ ബൈതൻ ഫഅഹ്സനഹു ഫഅജ്മലഹു ഇല്ലാ മൗദിഅ ലബനതൻ മിൻ സാവിയത്തിൻ മിൻ സവായാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇന്ന മസലി വമസലുൽ അംബിയാഇ, എന്റെയും അതുപോലെ തന്നെ അമ്പിയാക്കളും എനിക്ക് മുമ്പുള്ള അമ്പിയാക്കളുടെയും ഉദാഹരണം ഏതുപോലെയാണ്. കമസലി റജുലിൻ ബനാ ബൈതൻ, ഒരു വീട് നിർമ്മിച്ചു ഒരു മനുഷ്യൻ, എന്നിട്ട് ഫഅഹ്സനഹു, ആ വീട് ഏറ്റവും ഭംഗിയാക്കി, ഫഅജ്മലഹു, ഏറ്റവും നല്ല പൂർണ്ണതയിലേക്ക് എത്തിച്ചു. ഇല്ലാ മൗദിഅ ലബനത്തിൻ, ഒരു കല്ല് മാത്രം വെച്ചില്ല. നല്ല രസമുള്ള ഒരു വീടുണ്ടാക്കി, അങ്ങനെ ഒരു കല്ല് മാത്രം വെച്ചില്ല, ബാക്കിയൊക്കെ വെച്ച് അവർ കറക്റ്റ് ആക്കി. എന്നാൽ അത് കാണുന്ന മനുഷ്യർ, ആ വീട് കാണുന്ന മനുഷ്യർ ഫയഖൂലൂന, അവർ പറയും, ഹല്ലാ വദിഅതി ഹാദിഹിൽ ലബ്ന, ആ ഒരു കല്ല് കൂടി അവിടെ വെച്ചിരുന്നുവെങ്കിൽ അതങ്ങ് പൂർത്തിയാകുമായിരുന്നു എന്ന് ആ വീട് കാണുന്ന മനുഷ്യർ പറയാണ്. എന്നിട്ട് വിശ്വാസം പറഞ്ഞു, ഖാല ഫഅനൽ ലബ്ന, ഞാനാണ് ആ കല്ല്, ഞാനാണ് ആ പ്രവാചകത്വത്തിന്റെ അന്ത്യം, അവസാനത്തെ ആ വ്യക്തി ഞാനാണ്. അതുകൂടി വെക്കുന്നതോടുകൂടി ഇത് പരിപൂർണമായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅന ഖാതിമുൻ നബിയ്യീൻ, അമ്പിയാക്കളിൽ പ്രവാചകന്മാരിൽ അവസാനക്കാരനാണ് ഞാൻ, ഞാനാണ് പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനമുള്ള വ്യക്തി. ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ഇനിയൊരു പ്രവാചകൻ വരാനില്ല. ഇനി ആരെങ്കിലും പ്രവാചകത്വം വാദിച്ചു വന്നാലോ അവരെ കുറിച്ച് പറഞ്ഞത് അവൻ കദ്ദാബാൻ, അവൻ ദജ്ജാലാൻ. ഉണ്ടോ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിനു ശേഷം, വഫാത്തായതിനു ശേഷം പല ആളുകളും അങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. അസ്വദുൽ അനസിയെ പോലെയുള്ള പലരും, അങ്ങനെ പലരും പ്രവാചകത്വം വാദിച്ചു വന്നു. അവരെല്ലാം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഖലീഫ അബൂബക്കർ സിദ്ദീഖ് എന്ന കാലഘട്ടത്തിൽ അവരൊക്കെ വധിക്കപ്പെട്ടു. ഇനി ആരെങ്കിലും പ്രവാചകത്വം വാദിച്ചു വന്നാൽ അവൻ കദ്ദാബാൻ, അവൻ ദജ്ജാലാണ്. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഞാൻ എന്റെ പിതാവായ നേതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്? റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക. അല്ലാഹുവേ, വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, അവരിൽ നിന്നൊരു പ്രവാചകനെ അവരിലേക്ക് നിയോഗിക്കണേ റബ്ബേ. യത്ലൂ അലൈഹിം ആയാതിക, നിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് വേദഗ്രന്ഥവും അതുപോലെ തന്നെ അതിന്റെ വിശദീകരണമായ ചര്യയും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. വയുസക്കീഹിം, അത് മുഖേന അവരെ സംസ്കരിക്കുവാനും വേണ്ടി ഒരു പ്രവാചകൻ അവരിലേക്ക് നിയോഗിക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന വാർത്ത മുൻ വേദഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരുന്നു. മുൻ വേദഗ്രന്ഥത്തിന്റെ ആളുകൾക്ക് ഇങ്ങനെ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നുള്ള അറിവ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ ആ ജൂത ക്രൈസ്തവരായ ആളുകൾ വിശ്വസിക്കാൻ മടി കാണിച്ചത് എല്ലാ പ്രവാചകന്മാരും അവരിലാ നിയോഗിതരായത്, അല്ലെ? എല്ലാ പ്രവാചകന്മാരും ബനൂ ഇസ്രായേലിൽപ്പെട്ടവരായിരുന്നു. പക്ഷേ ഈ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിലാണ് നിയോഗിതനായത്. അതുകൊണ്ടാണ് അവർക്ക് അത് വിശ്വസിക്കാൻ കഴിയാതെ പോയത്. ചരിത്രം എടുത്തു നോക്കിയാൽ ഇങ്ങനെ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് മുൻകൂട്ടി അറിഞ്ഞ് പ്രവാചകൻ വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അവർ വന്ന് താമസിച്ചിരുന്നു എന്ന് വരെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട് കാണാം. പക്ഷേ അവരിലല്ല അത് നിയോഗിതനായത്, പ്രവാചകൻ നിയോഗിതനായത് എന്നതുകൊണ്ട് അവരത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അല്ലദീന യജിദൂനഹു മക്തൂബൻ ഇൻദഹു ഫിത്തൗറാത്തി വൽ ഇൻജീൽ. കണ്ടോ, ഈ പ്രവാചകനെ കുറിച്ചുള്ള അറിവ് അവർക്കുണ്ടായിരുന്നു. തൗറാത്തിലും ഇൻജീലിലും അത് രേഖപ്പെടുത്തപ്പെട്ടിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ കുറിച്ച്, പ്രവാചകൻ വരാനുണ്ട് എന്ന അറിവ് അവർക്കുണ്ടായിരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ തൗറാത്തിന്റെയും ഇൻജീലിന്റെയും ആളുകൾക്ക് അതിനെ കുറിച്ച് അറിവുണ്ടായിരുന്നു. പക്ഷെ അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രവാചകനായി കടന്നു വന്നപ്പോൾ, ഇനി പ്രിയമുള്ളവരെ, ആ പ്രവാചകൻ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്? നമ്മുടെ നാടുകളിൽ പലപ്പോഴും പലതരത്തിലുള്ള അഭിപ്രായാന്തരങ്ങൾ അതിൽ കാണാൻ കഴിയും. മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഖുർആൻ പറഞ്ഞു, ഖുലിഖൽ ഇൻസാന മിൻ സുൽസാലിൻ കൽ ഫഖാർ. കുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യൻ അവൻ സൃഷ്ടിക്കപ്പെട്ടത്. ജിന്ന് വർഗങ്ങളോ അവർ തീയിന്റെ ജ്വാലകളിൽ നിന്നാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ മലായിക്കത്തോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ. മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശം കൊണ്ടുമാണ്. മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശം കൊണ്ടാണ്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ്. ജിന്നുവർഗം സൃഷ്ടിക്കപ്പെട്ടത് തീജ്വാലയിൽ നിന്നാണ്. അതാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നതുകൊണ്ട് പ്രവാചകന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കുറവ് വല്ലതും വന്നിട്ടുണ്ടോ? അതുപോലെ ശ്രേഷ്ഠത കുറവുമാണോ? അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിനെ സുജൂദ് ചെയ്യാനാണ് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലേ? മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? സുജൂദി ആദം, നിങ്ങൾ ഈ ആദമിന് സുജൂദ് ചെയ്യുക. ണ്ടോ, ആദമിനെ സുജൂദ് ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചാൽ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നത് ഒരു ശ്രേഷ്ഠത കുറവല്ല. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കുകളോടാണ്
അതേ റബ്ബ് സുബ്ഹാനഹു വ തആല ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബർ വകാന മിനൽ കാഫിരീൻ. വഇദ് ഖുൽനാ ലിൽ മലായിക, മലക്കുകളോട് ഞാൻ പറഞ്ഞ സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഉസ്ജുദൂ ലി ആദം, ആദമിനെ നിങ്ങൾ സുജൂദ് ചെയ്യുക. ഫസജദൂ, അവരെല്ലാം സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അവൻ വിസമ്മതിച്ചു. വസ്തക്ബറ, അവൻ അഹങ്കാരം കാണിക്കുകയും ചെയ്തു. ഖുർആൻ പഠിപ്പിക്കുക. അപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയാൻ അല്ലേ. പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മുടെ നാടുകളിലൊക്കെ പലരും പ്രചരിപ്പിക്കാറുണ്ട്, പ്രകാശത്ത് കൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷിക്കപ്പെട്ടത്. പ്രവാചകന്റെ നൂറാണ്, പ്രകാശാണ് ആദ്യം ഉണ്ടാക്കിയത് എന്നാണ്. പല മൗലൂദ് കിതാബിലും അതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ് ലോകത്ത് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇസ്ലാമിൽ അതിന് യാതൊരു രേഖയും ഇല്ല. അതിന് പലപ്പോഴും തെളിവ് പറയാറുള്ളത് അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഖസ്തല്ലാനി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അതിൽ രേഖപ്പെടുത്തപ്പെട്ടു എന്ന് പറയുന്നത് പറയാറുള്ളത് എന്താ? ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അഖ്ബർനി അൻ അവ്വൽ ഷൈഇൻ ഖലഖഹുല്ലാഹ്, അല്ലാഹു സൃഷ്ടിച്ച ഒന്നാമത്തെ വസ്തു എന്താണ്? ഒന്നാമത്തെ വസ്തു എന്താണ്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു അത്രേ, നൂരി നബിയിക യാ ജാബിർ, ഓ ജാബിറേ, നിന്റെ പ്രവാചകന്റെ പ്രകാശമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. കണ്ടോ, ഇത് ഈ ഹദീസ് പ്രിയമുള്ളവരെ, ഇത് ഇങ്ങനെ രേഖ വന്നിട്ടുണ്ട് എന്നാ പറയാറുള്ളത്. അതാണ് ഈ മങ്കൂസ് മൗലൂദിലൊക്കെ നമുക്ക് കാണാം. അതിൽ ആദ്യം പറഞ്ഞതാ, സുബ്ഹാനല്ലദീ അത്ല ഫീ ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വ ഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ. ലേ മൗലൂദ് ഓതിയ ആൾക്കാർക്ക് അറിയാം. അതിൽ ആദ്യം കാണുന്നത് സുബ്ഹാനല്ലദീ അത്ല ഫീ ശഹരി റബീഉൽ അവ്വൽ. കണ്ടോ, അല്ലാഹ് എത്ര പരിശുദ്ധനാണ്. സുബ്ഹാനല്ലദീ, അല്ലാഹ് എത്ര പരിശുദ്ധനാണ്. അത്ല ഫീ ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വ ഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലം. റബീഉൽ അവ്വലിൽ ഉദയം ചെയ്യിപ്പിച്ച അല്ലാഹ് എത്ര പരിശുദ്ധനാണ്. എന്നിട്ട് ആ വ ഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലം, ആ പ്രവാചകന്റെ പ്രകാശം അത് ആദ്യമായി ഉണ്ടാക്കി ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ്. അതിന് മുഹമ്മദ് എന്ന് പേരും വെച്ചു എന്നാണ്. സത്യത്തിൽ പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് ആ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയില്ല. ഇങ്ങനെ റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇതൊരു സഹീഹായ രേഖയുമല്ല. പ്രവാചകന്റെ പ്രകാശമാണ്, പ്രവാചകന്റെ നൂറാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്നതിന് ഒരു രേഖയും നമുക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല, ആലം പടക്കുന്നതിന്റെ മുമ്പ്, ആലം എന്ന് പറഞ്ഞാൽ അല്ലാത്ത എല്ലാം, അല്ലാഹു അല്ലാത്ത എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ് അല്ലേ. അപ്പൊ ആലം പടക്കുന്നതിന്റെ മുമ്പ്, ലോകം പടക്കുന്നതിന്റെ മുമ്പ് എന്തുണ്ട്? പ്രവാചക പ്രകാശമുണ്ട് എന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ സ്വഹീഹായ ഒരു ഹദീസും നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് മങ്കൂസ് മൗലൂദിൽ കാണാം, വകുൻതു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബല യഖ്ലുഖ ആദം ബി1000 ആം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിന് 2000 വർഷം മുമ്പേ ആ നൂറുണ്ട് എന്നാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഇതൊക്കെ ഒരു സ്വഹീഹായ രേഖയല്ല. ഇതൊരു സഹിയായ, ഇതൊക്കെ മൗലൂദ് കിതാബിൽ അതൊക്കെ വന്നിട്ടുള്ളത്. ഇത്തരം റിപ്പോർട്ടുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എന്റെ നൂറാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മഹ്മൂദ് വാലയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 1,00,000 വർഷം മുമ്പ് എന്നാണ്. എന്നുവെച്ചാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കുന്നതിന്റെ 1,00,000 വർഷം മുമ്പേ പ്രവാചകന്റെ പ്രകാശം അത് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ്. മഹ്മൂദ് മാലയിൽ 1,00,000 ആണെങ്കിൽ ജഅല മുഹമ്മദ് മൗലിദിലെ 70,000 കൊല്ലം മുമ്പ് എന്നാണ്. 70,000 കൊല്ലം മുമ്പ് പ്രവാചക പ്രകാശം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എന്നാൽ സുഹൃത്തുക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്ന്
സ്വഹീഹായ ഒരു രേഖയിലും നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് എങ്ങനെയാണോ മനുഷ്യരൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് അതുപോലെ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു കുടുംബത്തിൽ അല്ലെ, ഇസ്മായിൽ കുടുംബത്തിലാണ്, ഇസ്മായിൽ പരമ്പരയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. ഇസ്മായിൽ പരമ്പരയിലാണ് കിനാന ഗോത്രക്കാരനായി, പിന്നീട് ഖുറൈശികളിലെ, പിന്നെ ഹാഷിം എന്ന് പറയുന്ന ആ കുടുംബ പരമ്പരയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. പിന്നീട് അദ്ദേഹം ഹിർക്കലിന്റെ അടുക്കലിൽ അബൂ സുഫിയാൻ കടന്നു ചെന്നപ്പോൾ ആ ഹിർക്കൽ രാജാവ് അബൂ സുഫിയാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹിർക്കൽ രാജാവിന്റെ അടുക്കല് അബൂ സുഫിയാൻ കടന്നു ചെന്നപ്പോൾ ഹിർക്കൽ രാജാവ് അബൂ സുഫിയാനോട് ചോദിക്കുന്ന ചോദ്യം, അഥവാ മക്കയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, ഒരു വ്യക്തി പ്രവാചകത്വം പറഞ്ഞു വന്നിട്ടുണ്ട് എന്നറിഞ്ഞ ഹിർക്കൽ ചോദിക്കുന്നുണ്ട്, കൈഫ നസബഹു ഫീകും, അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പര എങ്ങനെയാണ് എന്ന് ഹിർക്കൽ രാജാവ് അബൂ സുഫിയാനോട് ചോദിക്കുമ്പോൾ അബൂ സുഫിയാൻ പറയുന്നുണ്ട്, ഹുവ ഫീനാ ദൂ നസബിൻ, അദ്ദേഹം നല്ല കുടുംബ പാരമ്പര്യമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഹിർക്കൽ പറയുന്നുണ്ട്, ഫകദാലിക തുബഅസു റസുൽ ഫി അൻസാബി ഖൗമിഹാ, അതെ അതുപോലെ തന്നെയാണ് എല്ലാ പ്രവാചകന്മാരും അവർ നല്ല കുടുംബ പാരമ്പര്യത്തിലാണ് അവർ കടന്നു വരാറുള്ളത്. നല്ല കുടുംബത്തിലാണ്, വിശ്വാസിയായ കുടുംബത്തിൽ കടന്നു വരുന്നതല്ല അതിന്റെ അർത്ഥം. അതല്ല, വിശ്വാസിയായ കുടുംബത്തിൽ കടന്നു വരണം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും വിശ്വാസികളാണ് ആ കുടുംബത്തിലുള്ളവർ എന്നൊന്നും അതിനർത്ഥമില്ല. മറിച്ച് നല്ലൊരു കുടുംബ പാരമ്പര്യമുള്ള കുടുംബത്തിന്റെ വക്താവായി, അതിന്റെ ആളായിട്ടാണ്, ആ ഒരു പാരമ്പര്യത്തിലായിക്കൊണ്ടാണ് വിശ്വാസം കടന്നു വരുന്നത് എന്നാണ്. അല്ലെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ് ആരാണ്? വിശ്വാസിയല്ല. ആസർ എന്ന് പറയുന്ന വ്യക്തിയാണ്. വിശ്വാസിയാണോ? അല്ല. ഇബ്രാഹിം നബി ഖലീലുള്ളയാണ്, അള്ളാന്റെ കൂട്ടുകാരനാണ്. പക്ഷേ പിതാവ് ആസറോ? ആ ആസറിനെ പരലോകത്ത് നരകത്തിൽ എറിയുമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട്? വിശ്വാസിയല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് പ്രവാചകന്മാർക്ക് വല്ല ദോഷവുമുണ്ടോ? പ്രവാചകന്മാരുടെ മഹാത്മ്യത്തിനും ഫളായിലും വല്ല കുറവുണ്ടോ? അതൊന്നുമില്ല. അതുപോലെ തന്നെയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ കൊല്ലപ്പെട്ടു, വിശ്വാസിയായി മരിച്ച വ്യക്തിയല്ല. അതുകൊണ്ട് നൂഹ് നബിക്ക് വല്ല ശ്രേഷ്ഠതക്കും കുറവുണ്ടോ? ഒരു കുറവുമില്ല. അതുപോലെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട വ്യക്തിയാണ്. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. അതിനർത്ഥം അതൊന്നും ഒരു മോശമായ, അതുകൊണ്ട് പ്രവാചകന്മാർക്ക് വല്ല ശ്രേഷ്ഠതക്ക് വല്ല കുറവുമുണ്ടോ? ഒരു കുറവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞതും തന്റെ മാതാവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉമ്മയുടെ ഖബർ സന്ദർശിച്ചു. ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് അനുവാദം ചോദിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മാതാവിന്റെ ഖബർ സന്ദർശിക്കാനും ആ മാതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കാനും, അടിവരട്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്തിഗ്ഫാർ ചോദിക്കാനും അല്ലാഹുവിനോട് അനുവാദം ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം കൊടുക്കുകയാണ് ഖബർ സന്ദർശിക്കാൻ. പക്ഷേ ഇസ്തിഗ്ഫാർ ചോദിക്കാൻ അനുവാദം കൊടുത്തില്ല. കണ്ടോ? സ്വന്തം ഉമ്മാക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്താൻ, ഉമ്മാക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അനുമതി കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുകയാണ്, ബക്കാ വഅബ്കാ ഹൗലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബക്കാ, ഇത് കരഞ്ഞപ്പോൾ അവിടുന്ന് കരയുകയാണ്. വഅബ്കാ ഹൗലഹു, തന്റെ ചുറ്റുമുള്ള സഹാബത്തും കരയുകയാണ്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇസ്തഅദൻതു റബ്ബി ഫീ അൻ അസ്തഗ്ഫിറ ലഹാ, എന്റെ മാതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കാൻ ഞാൻ എന്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു. കണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അനുമതി കൊടുക്കാത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. കൂടെയുള്ള സഹാബിമാരും, കാരണം അത്ര ഇഷ്ടമായിരുന്നു അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയണ്ടപ്പോൾ ഇവരോട് കരഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാനുണ്ടായ കാരണം അവിടുന്ന് പറയാണ്, ഇസ്തഅദൻതു റബ്ബി, ഞാൻ റബ്ബിനോട് അനുവാദം ചോദിച്ചു, ഫീ അൻ അസ്തഗ്ഫിറ ലഹാ, എന്റെ മാതാവിന് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്താൻ ഞാൻ എന്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു.
ഫലം യഅ്ദൻ ലീ, എന്റെ റബ്ബ് എനിക്ക് അതിന് അനുവാദം തന്നില്ല. ഫസ്തഅ്ദൻതുഹു ഫി അൻ അസൂറ ഖബറഹാ, എന്നാൽ എന്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ അല്ലാഹു എനിക്ക് അനുമതി നൽകുകയും ചെയ്തു. അത് ഞാൻ ചോദിച്ചപ്പോൾ ഫഅദിനലി, എനിക്ക് അനുവാദം തന്നു. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫസൂറു വൽ ഖുബൂർ, നിങ്ങൾ ഖബർ സന്ദർശിക്കണേ, നിങ്ങൾ ഖബർ സന്ദർശിക്കണേ. ഫഇന്നഹാ തുദക്കിറുൽ മൗത്ത്, അത് നിങ്ങളുടെ മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കും. കണ്ടോ, ഈ ഹദീസ് പറയുന്ന അടിസ്ഥാനമാണ് നിങ്ങൾ ഖബർ സന്ദർശിക്കണം. ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അനുവാദം കൊടുത്തില്ല. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണിത്. കണ്ടോ, സ്വന്തം ഉമ്മാക്ക് കാരണം എന്താ, മുഅ്മിനായിട്ടല്ല ഉമ്മ മരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പല കഥകളുണ്ട്. പിന്നീട് ഖബറിന്ന് വന്നിട്ട് ഓരോ കിതാബിൽ കാണാം ഉമ്മ മുഅ്മിനായി എന്നൊക്കെ. പക്ഷെ അതൊന്നും ഇസ്ലാമിൽ രേഖയല്ല പ്രിയമുള്ളവരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, എന്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാനും എന്റെ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കാനും ഞാൻ എന്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു. അപ്പോൾ എനിക്ക് ഖബർ സന്ദർശിക്കാൻ അനുവാദം നൽകി, എനിക്ക് എന്റെ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കാൻ അനുമതി നൽകിയില്ല. ഈ ഹദീസ് പ്രിയമുള്ളവരെ, ഇത് തെളിവാക്കിക്കൊണ്ടാണ് രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറഞ്ഞത്, വിശ്വാസികളല്ലെങ്കിലും അവരുടെ ഖബർ സന്ദർശിക്കാം, വിശ്വാസികളാണെങ്കിൽ മാത്രമേ അവർക്ക് ഇസ്തിഗ്ഫാർ ചോദിക്കാൻ പാടുള്ളൂ. കണ്ടോ, ഈ ഹദീസ് തെളിവാക്കിയിട്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ആരുടെ ഖബർ സന്ദർശിക്കാം, മുഅ്മിൻ ഉണ്ടാകണമെന്നില്ല, ആരുടെ ഖബർ സന്ദർശിക്കാം. ശാഫി മദ്ഹബാണ്, ശാഫി മദ്ഹബിലാ പറഞ്ഞത്. കണ്ടോ, ഇമാം നവവി രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇത് തെളിവ് പിടിച്ചുകൊണ്ട് ആരുടെ ഖബർ സന്ദർശിക്കാതെ മുസ്ലിമിന്റെ ആകണമെന്നൊന്നുമില്ല. എന്തിനാ, മരണത്തെ കുറിച്ച് ഓർമ്മ ഉണ്ടാക്കാനാണ്. കേട്ടോ, പക്ഷേ ഇസ്തിഗ്ഫാർ ചോദിക്കണമെങ്കിൽ അവർ മുഅ്മിനാകണം എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ കാര്യങ്ങൾ, അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ, അവിടുത്തെ ചരിത്രം, ഒരു പ്രാഥമികമായ ഒരു അറിവെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. പല കെട്ടുകഥകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ വ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ് സത്യം, ഏതാണ് അസത്യം എന്നൊന്നും അറിയില്ല. സത്യവും അസത്യവും അതുപോലെ തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് സമുദായത്തെ പല നിലക്കും അവരവർക്കനുസരിച്ച രൂപത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അവതരിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. അതിനാദ്യം എന്താ അറിയോ, ആദ്യം പ്രിയമുള്ളവരെ നമ്മൾ ജുമാക്ക് നേരത്തെ വരിക എന്നുള്ളതാണ്. അത് വളരെ ഗൗരവമാണ്. നാളെ ഇത് മുഴുവൻ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചെന്തെങ്കിലും കേൾക്കൊണ്ടാണ് പോകും. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ദീൻ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. മാ ബഅദ്. വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനിച്ചത് എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീഹി ഉലിത്തു, അന്നാണ് ഞാൻ ജനിക്കപ്പെട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എപ്പോഴാണ്? അത് തിങ്കളാഴ്ചയാണ്. എന്നാൽ എപ്പോഴാണ് ആ മാസം, ഏതാണ് വർഷം, ഇതിനെ കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പല ആളുകളും തെറ്റിദ്ധരിച്ചു ഇതൊക്കെ റബീഉൽ അവ്വലിലാണ്. അല്ല, അവിടുന്ന് വഫാത്തായത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വലിലാണ്. എന്നാൽ അവിടുന്ന് ജനിക്കപ്പെട്ടതെന്ന തിങ്കളാഴ്ചയാണെന്ന് ഹദീസിലുണ്ട്. കാരണം തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് ഞാന് ഫീഹി ഉലിത്തു, അന്ന് ഞാൻ ജനിച്ച ദിവസമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, മാസത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് എവിടെ ഉണ്ട്? നമ്മളെ നാട്ടിലെ സബീന കിതാബിലുണ്ട്. അതിലെ ബർസഞ്ചി മൗലിദിൽ കാണാം, വഖ്തുലിഫ ഫീ ആമി വിലാദതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മവർഷത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ വഫീ യൗമിഹാ വഫീ ശഹരിഹാ, കണ്ടോ, മാസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. കണ്ടോ, തിങ്കളാഴ്ചയാണെന്നുള്ളൂ ജനിക്കപ്പെട്ടത്, ബാക്കിയുള്ളതിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അല അഖ്വാലിൽ ഉലമാഇൽ മർവിയ്യ, കണ്ടോ, പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അവിടുന്ന് ജനിച്ച വർഷം ഏതാണ്, ജനിച്ച മാസം ഏതാണ്, റബീഉൽ അവ്വലാണെന്നൊന്നും എവിടെയില്ല. അതൊരു അഭിപ്രായമാണ്. റബീഉൽ അവ്വലാണെന്നൊരു അഭിപ്രായം, മനസ്സിലാക്കോ? മറ്റു പല അഭിപ്രായങ്ങളുണ്ട്. ഇപ്പൊ പ്രിയമുള്ളവരെ, നമ്മളിത് മനസ്സിലാക്കണം. ഇത് സബീന കിതാബിന് പോലും ഉണ്ട്. നമ്മുടെ നാട്ടിൽ റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ആകെ അന്ന് ഇവിടെ എല്ലാവരും ആരൊക്കെ പച്ച പെയിന്റ് അടിക്കാൻ പറ്റും അവരൊക്കെ പച്ച പെയിന്റ് അടിക്കും. ഇത് ആര് പഠിപ്പിച്ചതാണ്? അല്ലേ? ആര് പഠിപ്പിച്ച സുഹൃത്തുക്കളെ? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സ്നേഹിച്ചവരാണ് സഹാബത്ത്. ഏറ്റവും സ്നേഹിച്ച ആളുകൾ സഹാബത്താണ്. അവരുടെ അങ്ങനെ സ്നേഹിക്കാനൊന്നും ലോകത്തൊരാൾക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ കഴിയില്ല, ആർക്കും കഴിയില്ല. ശരി, ആ സഹാബത്ത് എത്ര ആളുകൾ റബീഉൽ അവ്വലിൽ നബിദിനം ആഘോഷിച്ചിട്ടുണ്ട്? കാണാൻ കഴിയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ പഠിക്കണം. എന്നും ഇങ്ങനെ ആളുകളൊക്കെ എങ്ങനെ പോണം, അങ്ങനെ പോണ ആ സമീപനം അത് മാറ്റാൻ നമ്മൾ തയ്യാറാകണം. കുറച്ചൊക്കെ ദീനീപരമായ അറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. കുറച്ചൊക്കെ ദീനീപരമായ അറിവ് നമുക്ക് ഉണ്ടാകണം. അതിനെന്താ പറയുക, ഒന്ന് ഒരു വെള്ളിയാഴ്ചെങ്കിലും അല്ലാത്ത ദിവസം ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല, വെള്ളിയാഴ്ചെങ്കിലും. മാത്രമല്ല, ജുമഅക്ക് പ്രതിഫലം കിട്ടാൻ ആർക്കാണ് സുഹൃത്തുക്കളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഖത്തീബ് മിമ്പറിൽ കയറുന്നതിന്റെ മുമ്പ് പള്ളിക്ക് വരുന്നവർക്കാണ്. ആദ്യം പള്ളിയിലേക്ക് വരുന്ന ആൾക്കുള്ള പ്രതിഫലം എന്താണ്? ഒരു ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലാണ് ആദ്യം പള്ളിയിൽ വരുന്ന ഒന്നാമത്തെ വക്തിൽ, ഒന്നാമത്തെ സമയത്ത് വരുന്നവർ. പിന്നെ വരുന്നവർക്ക് എന്താ, രണ്ടാമത്തെ സമയത്ത് വരുന്നവർക്ക് ഒരാടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലാണ്. മനസ്സിലാണ്ടോ? അവസാനം മിമ്പറിൽ കയറുന്നതിന്റെ മുമ്പ് നമ്മൾ അടിവരട്ട് മനസ്സിലാക്കണം. മിമ്പറിൽ ഖത്തീബ് കയറുന്നതിന്റെ മുമ്പ് വരുന്നവന് ഒരു കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലാണ്. ഖത്തീബ് മിമ്പറിൽ കയറുന്നതിന്റെ മുമ്പ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കോഴിമുട്ട പ്രതിഫലം ദാനം ചെയ്ത പ്രതിഫലം കിട്ടുക. മാത്രമല്ല, പള്ളിയുടെ കവാടത്തിൽ 2 മലക്കള് പള്ളിക്ക് വരുന്നവരെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഖത്തീബ് മിമ്പറിൽ കയറിയാൽ ആ 2 മലക്കുകളും പള്ളിയിൽ സദസ്സിൽ വന്നിരിക്കും. പിന്നെ വരുന്നവരെ രേഖപ്പെടുത്തുവോ? ഇല്ല. കേട്ടോ സുഹൃത്തുക്കളെ, നമുക്ക് എത്ര ജുമുഅ എന്ന അർത്ഥത്തിൽ എത്ര ആൾക്ക് വലിയ പ്രതിഫലം കിട്ടിയിട്ടുണ്ടാവും? ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഈ നിൽക്കുന്ന ഞാനല്ല പറയുന്നത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഓരോരുത്തരും ജുമുഅ മിമ്പറിൽ കയറി നമ്മൾ സലാം പറയുമ്പോൾ 4 ആളോ 5 ആളോ ഉണ്ടാകുന്നു. എല്ലാ പള്ളിയുടെ അവസ്ഥ ഇതാർക്കാണ് സുഹൃത്ത്? ആർക്ക് വേണ്ടിയിട്ടാ പഠിക്കുക? ആർക്ക് വേണ്ടിയിട്ടാണ്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു മാസത്തിൽ ഒന്നെങ്കിലും ജുമയുടെ പ്രതിഫലം കിട്ടണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. ഏതായാലും ഈ കൗമിന് പെട്ടില് ഒരു വെള്ളിയാഴ്ച ജുമയെങ്കിലും അതെങ്കിലും നമുക്കൊന്ന് കൃത്യമായി കിട്ടിക്കോട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വലിയ ഏർപ്പാടൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പുറത്തവിടെ വർത്താനം പറഞ്ഞ് പീഡിയത്തിൻ്റെ വർത്താനം പറഞ്ഞിരുന്ന് എന്തിനാണ് സുഹൃത്തുക്കളെ ഈ ജുമയുടെ പ്രതിഫലം കളയുന്നത്? അതുകൊണ്ട് എല്ലാവരും ഞാൻ സൂചിപ്പിക്കാണ്, നേരത്തെ പള്ളിക്ക് വരിക. ഒരൊട്ടകത്തെ പ്രതിഫലം ദാനം ചെയ്ത പ്രതിഫലം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ വരിക. അവസാനം കോഴിമുട്ടെങ്കിലും ദാനം ചെയ്ത പ്രതിഫലം കിട്ടുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകണം. ആ നിലയ്ക്കെങ്കിലും ഖത്തീബ് മുമ്പറിൽ കയറുന്നതിന്റെ മുമ്പെങ്കിലും പള്ളിയിലെത്താനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. മാത്രമല്ല സുഹൃത്തുക്കളെ, അന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുമുഅ ദിവസം മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫീ യൗമിൽ ജുമുഅ, ജുമുഅ ദിവസം ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അല്ലാഹ ലഹു ബൈനൽ ജുമുഅത്തൈ, 2 ജുമുഅകൾക്കിടയിൽ അവനതൊരു പ്രകാശമായിരിക്കുന്ന. നമ്മൾ എന്ത് കണ്ടതാ അൽ കഹ്ഫ് അല്ലേ? സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവനതൊരു പ്രകാശമായിരിക്കുന്ന. നമ്മളിങ്ങനെ ചിന്തിക്കും, എനിക്കൊരു വർക്കത്തുമില്ല, എനിക്കെന്റെ വരയിൽ ഒരു വർക്കത്തില്ല, കച്ചവടത്തിൽ വർക്കത്തില്ല, എങ്ങനെ ഉണ്ടാകുക? എന്തായാലും കിട്ടുമോ? ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ കുറച്ചൊക്കെ ഒന്ന്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഗൗരവത്തിൽ കാണാൻ നമ്മൾ തയ്യാറാകുക. റബീഉൽ അവ്വലിൽ ഇങ്ങനെ ആകാശത്തേക്ക് മുഷ്ടി ചുരിച്ചെറിഞ്ഞിട്ട് കൂലി തക്ബീർ വിളിക്കലല്ല പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലാണ്. അത് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും ഒരു പ്രത്യേക ശ്രദ്ധ വെള്ളിയാഴ്ച നമുക്ക് ഉണ്ടാകണം. ജുമഅക്ക് മുമ്പെങ്കിലും നമുക്ക് പള്ളിയിലേക്ക് ഖത്തീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പെങ്കിലും പള്ളിയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മകൾ സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇടപാടുകളിലും കച്ചവടങ്ങളിലും അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അവരുടെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കുകയും അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك